നമ്മുടെയൊക്കെ ചെറുതിൽ എല്ലാ വീട്ടിലും മാങ്ങയും മാവും ഒക്കെ നിറയെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാം പൈസ കൊടുത്ത് വാങ്ങേണ്ട സ്ഥിതിയായി. പണ്ട് മഴ പെയ്യാനായിട്ട് കാറ്റടിക്കുമ്പോൾ ഞങ്ങൾ കുറേ കുട്ടികളെല്ലാവരും കൂടെ മാവിൻ്റെ ചോട്ടിൽ കാവൽ നിൽക്കും. അതിപ്പോൾ ഇനി കിളി കൊത്തിയതാണെന്ന് പറഞ്ഞാലും ആ ഒരു സൈഡ് ചെത്തി കളഞ്ഞിട്ട് ബാക്കി സൈഡ് ഞങ്ങൾ കഴിക്കും കേട്ടോ. എൻ്റെ വീട്ടിലെ കിളി അപ്പുക്കുട്ടനാട്ടോ. മാങ്ങ കണ്ടു കഴിഞ്ഞാൽ അത് കടിക്കാൻ വേണ്ടിയിട്ട് ഓടി വരും. ഒരു മാങ്ങ പരുന്ത് റാഞ്ചുന്ന പോലെ എടുത്തിട്ട് ഓടിയിട്ട് അടുത്തത് എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേന് അതെല്ലാം ഞാൻ ചെറിയ ചെറിയ കഷ്ണമാക്കി കേട്ടോ. ഒരുപാട് പഴുത്തതും അല്ല, എന്നാൽ പച്ചയല്ല, അതായത് കുമ്പഴപ്പം പാകം. അതിൽ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടി ഇട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുമിയിട്ട് അപ്പുക്കുട്ടന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് കൂടെ വെച്ച് കൊടുത്തു കേട്ടോ. അത് കൊണ്ടു ചെന്നപ്പോൾ അപ്പുക്കുട്ടൻ പറയുക എന്നോട്, ഇത് മാങ്ങയാണെന്ന് അപ്പുക്കുട്ടൻ അറിയാം, എങ്കിലും കാണാൻ പപ്പായ പോലെ ഉണ്ടെന്നാട്ടോ അപ്പുക്കുട്ടൻ പറഞ്ഞത്. അങ്ങനെ അവൻ കഴിച്ചു.